ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ദേ പാറൂട്ടനെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം അവിടുത്തെ ചായയൊക്കെ കുടിച്ച് അമ്മയോട് ചായയൊക്കെ കുടിച്ചിട്ടാണ് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ടാണ് പോണത്. അപ്പോൾ നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പാറൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അച്ചാ എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, കണ്ണുറക്കാൻ പറ്റണില്ല, മഴ കണ്ണിക്ക് വരുന്നു എന്നൊക്കെ. പാറട്ടം വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ പാറൂസ് ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു 2-3 ഡേയ്സ് കൂടുമ്പോൾ ഒക്കെ ഡിക്റ്റേഷൻ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഡിക്റ്റേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു യൂട്യൂബ് ബുക്ക് എടുത്തിട്ട് ചാച്ചൻ്റെ അടുത്ത് പോകണം. അവിടെ കാണിച്ചു കൊടുക്കാത്ത ഒരാളില്ലേ ഇതോ എന്താ ഐസ്, ഇയർ, നോസ്, സ്കിന്ന്, ടങ്ക്, ലെഗ്, ഹാൻഡ് വിത്ത് കൂട്ടക്ഷരം. കൂട്ടക്ഷരത്തിന് ഇംഗ്ലീഷ് പറയാ കഴ്സീവ് ലെറ്റർ. കൂട്ടക്ഷരത്തിനാണോ പറയാൻ എനിക്കറിയില്ല. കൂട്ടക്ഷരം മീൻസ് ഏതെങ്കിലും രണ്ടെണ്ണൊക്കെ വരും. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതാനായിട്ട് ഞങ്ങൾ മലയാളം മീഡിയം പിടിച്ചെടുക്കും. ഹാൻഡ് റൈറ്റിംഗ് സത്യം പറഞ്ഞാൽ നല്ല മോശമാണ്. മോശമാണ് പാറിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് വൃത്തിയാക്കി. പറഞ്ഞ LKG UKG ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാക്കണം കേട്ടോ. പാറൂസ് ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റായിട്ട് എഴുതാൻ പഠിക്കണം. അല്ല, എനിക്ക് പണ്ടറിയാം കൊച്ചിന്റെ ഭാവി എന്താന്ന്. ഇത് പിന്നെ ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ പറയട്ടെ, എനിക്ക് പറയുമ്പോൾ അവൾക്ക് പഠിപ്പിക്കാനായിട്ട് കുറേ ഉണ്ടെന്ന്. അതായത് ഇപ്പം അവൾക്ക് GA ചാപ്റ്റർ നമ്മുടെ ബോഡി പാർട്സ് ആണ് ഇപ്പം എക്സാം എന്ന് എടുത്തത്. അപ്പം ഇതൊന്നല്ല, ഇതിൽ കുറേ ഉണ്ട്. ഇത് വേർഡ്സൊക്കെ എഴുതുന്ന വെറും സ്റ്റാർട്ടിങ് വരെ. പക്ഷെ കീത്തുവിൻ്റെ കണ്ണിൽ അതെന്തോ ഡിപ്ലോമ പാറു. അവളത് എഴുതി, അവൾക്ക് റാങ്ക് കിട്ടി. ആ ഒരു എക്സ്പ്രഷനൊക്കെ ഗീത കാണിക്കും. അതിനല്ല, അത് ഓവറായിട്ടുള്ളതല്ല. ക്യാമറ തുടച്ചുവിടോ. അല്ല, ചില പിള്ളേര് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയാം അവർ പഠിക്കുന്ന രീതിയും. നമ്മളെ പിള്ളേരെ പൊക്കി പറയുന്നതല്ല കേട്ടാ. ഇപ്പൊ കമന്റ് വരും, എനിക്ക് കമന്റ് വരും. പക്ഷെ അവള് ഓക്കെ ആയിരിക്കും. അവളെ നമ്മള് കൂടുതൽ പ്രഷർ ചെയ്യേണ്ടി വരില്ല. കാരണം നിനക്ക് അവള് ഓക്കെയാടാ, അവൾക്ക് അത് മനസ്സിലാവണല്ലേ. കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോള് നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് ഇത്ര ചിലപ്പോ ഈ ജനറേഷനിലെ എല്ലാ പിള്ളേരും ഒരേപോലെ പഠിക്കുമായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ആയിരുന്നില്ല. കാരണം എനിക്ക് നല്ല ഓർമ്മയില്ല, 4ാം ക്ലാസ്സില് എനിക്ക് കൂട്ടലറിയാണ്ട് ടീച്ചറുടെ കസേരയുടെ അടിയിൽ പിന്നൊരു സംഭവം ഉണ്ടടാ, ആ ആഡിങ് വഴിക്കണക്കാണ് പാറുപ്പം പഠിക്കുന്നത്. അതുണ്ട്. അതായത് നമ്മളെ പഠിത്തവും അവരെ പഠിത്തവും അല്ല, മീൻസ് ഭയങ്കര വ്യത്യാസമുണ്ട്. അവര് ചെറുപ്പം തൊട്ടേ എല്ലാ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ താങ്ങാവുന്ന ബുദ്ധി ആയിരിക്കണം. അതുണ്ട്, കുട്ടികൾക്ക് അത് താങ്ങാവുന്ന ബുദ്ധി വേണ്ടേ. അത് ഇനിയും വളരുമ്പോഴും അവൾക്ക് ഉണ്ടായാൽ മതി. അത്രേ ഉള്ളൂ. ബേബ പറഞ്ഞിട്ട് കുറയരുത്. ഞാൻ ഇതില് പറയണല്ല, എന്താ പറയാ, എല്ലാം ഓരോ സ്റ്റേജ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെയിനായിട്ടൊരു പാട്ടിന്റെ സംഭവം ശ്രദ്ധ. ആ ശ്രദ്ധയെ തെറ്റിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം മതി മൊത്തം പോകാനായിട്ട്. അപ്പം പഠിച്ചാൽ കിട്ടും. അതായത് ഭയങ്കര ബൈ ഹാർട്ടൊന്നും ചെയ്യണ്ട, കുറെ എഴുതി പഠിക്കൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ ചെക്കന്മാരൊക്കെ എങ്ങനെയാന്ന് കണ്ടറിയാം. ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ബൈ ഹാർട്ട് പഠിക്കും, പ്ലസ് എഴുതി പഠിക്കും. ഒരു essay ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നോട്ട്ബുക്കുകളൊക്കെ വേണം. അമ്മ പഴയ നോട്ടുകളൊക്കെ ഇല്ലേ, അതായത് വില കുറവിൻ്റെ ബുക്കുകളൊക്കെ ഇല്ലേ, പേജൊക്കെ കൊള്ളില്ലാത്ത ഒക്കെ കൊണ്ടുവരും. അപ്പുറത്തെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് നോട്ട് വേണം. കാരണം പുതിയ നോട്ട്ബുക്കിലൊന്നും എഴുതി പഠിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെയാട്ടാ. ഫോൺ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ സമയത്ത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ എൻ്റെ പഠനം അതൊരു വലിയൊരു പഠനമായിരുന്നില്ല. ബൈ ഹാർട്ട് പഠിച്ച് എല്ലാം ഒരു ഈസും വാസ് പോലും മിസ് ചെയ്യാൻ ഞാൻ എക്സാമിന് പോയി എഴുതി വന്നിട്ടുള്ള മാർക്കാണ് എനിക്ക്.
അതിന് ഭയങ്കര മിടുക്കിയായിരുന്നു. എനിക്ക് +2 വരെ ആയാലും ഡിഗ്രിക്ക് ആയാലും പിന്നെ MC ആയപ്പോഴും ഞാൻ ഉഴപ്പാൻ തുടങ്ങിയത്. അത് കോളേജും ഫ്രണ്ട്സും പിന്നെ കല്യാണം കഴിഞ്ഞും ആ ഒരു മൊമെന്റ് തൊട്ടാണ് ഞാൻ ഉഴപ്പാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ പക്കയായിരുന്നു. അതുവരെ ഇത് പറ്റിയായിരുന്നു. അതുവരെ ഞാൻ ഭൂലോകം അടിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഇവിടെ കല്യാണം കഴിഞ്ഞപ്പിന്നെ ഉഴപ്പി തുടങ്ങിയത്. എനിക്ക് കുറെ എന്താ പറയാ കുറെ എഴുതി പഠിക്കണം അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ബൈ ഹാർട്ട് ചെയ്യുക, കേട്ട് പഠിക്കാൻ ചെയ്യില്ല അല്ലേ ജോ? അറിയില്ല ഒരുപാട് ബുക്ക് ഉണ്ടാവും എനിക്ക്. അവളെ ഞാൻ എഴുതി പഠിക്കുന്ന ഞാൻ ഒട്ടും ഭംഗിയിലല്ലേ എഴുതി പഠിക്കാം. മീൻസ് എന്റെ മനസ്സിൽ ഞാൻ എഴുതി പഠിക്കുന്നത്. ഇവള് ഭയങ്കര ഭംഗിയിലൊക്കെ എഴുതി പഠിക്കും. എനിക്കൊന്ന് മനസ്സിൽ പതിയാൻ വേണ്ടിട്ട് എന്റെ കൈവിരലുകൾ ഞാൻ ചലിപ്പിക്കുള്ളൂ. ഇതിങ്ങനെ അതല്ലാതെ ഞാനത് ഭംഗി നോക്കിയല്ലേടാ, ഞാൻ എന്റെ മനസ്സിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാ. പക്ഷെ അഞ്ചുണ്ടെങ്കിൽ കറക്റ്റ് ക്ലാസ്സിൽ എഴുതുന്ന പോലെ തന്നെ ചെയ്തിരിക്കും. അപ്പൊ ഗൈസ് ഞങ്ങളിതേ ഡ്രസ്സൊക്കെ മാറാൻ പോവാണ് അല്ലേ? നല്ല മിടുക്കി കുട്ടിയായിട്ട് ഗുഡൊക്കെ ഡിക്റ്റേഷൻ. പിന്നെ ഞാൻ വേറെ കാര്യം പറയട്ടെ, മലയാളം ഇതുപോലെ ഡിക്റ്റേഷൻ എടുത്തിട്ട് പാറൂസിന് ആ ഗിഫ്റ്റ് കിട്ടിയ ഇവിടെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിക്ക് നോക്കട്ടെ. ആര് ഗിഫ്റ്റ് ഒന്ന്? ഏത് ടീച്ചർ? അപ്പൊ എപ്പൊ വിളിച്ചു ചോദിക്കട്ടെ ടീച്ചറെ? ഉള്ളടിക്കലാണ് ഗൈസ്. ഞാൻ വേറെ കാര്യം പറയട്ടെ, പാറൂസ് പക്ഷെ മലയാളം ഇതുപോലെ ഡിക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഈ ഊ കക്ക അതില് പാറൂസ് ഓ ഓ ഔ അത് 3 ഓയും ഇങ്ങോട്ട് തിരിച്ചിട്ടു. അതായത് ഇങ്ങനെ ഓ ഇങ്ങനെ ഓ ഇങ്ങനല്ലേ ഇവള് ഇങ്ങനെ ഇടും ഓ. അങ്ങനത്തെ കുറെ ശ്രദ്ധ കുറവുണ്ട്. ബലൂണിന്റെ എഴുതാൻ വിട്ടുപോയി. അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ശ്രദ്ധ കുറവുകൊണ്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയാണ് പാറുവിന്റെ നല്ല വശങ്ങൾ മാത്രല്ല, പാറുവിന് അങ്ങനെ മിസ്റ്റേക്കും പറ്റി കുറെ വെട്ടുകുത്തൊക്കെ ഇട്ടിട്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഞങ്ങളിപ്പോ എന്താ പറയാ, ഇന്നലെയൊക്കെ ഞങ്ങൾ അവിടെ ഞാൻ പാറുവിന് നമ്മുടെ സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ, സ്റ്റഡി ടേബിൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കാനുള്ളതൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കും. പിന്നെ നമുക്ക് ഇന്ന് വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു. കുറേ ദിവസമായി വീഡിയോ ഒക്കെ പോയിട്ട്. അപ്പോൾ ഇന്നൊരു ഈവനിങ് റൂട്ടിന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നാളെ പാറുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് അക്ഷരം പി, രണ്ടാമത്തെ അക്ഷരം പാ, പാസ് അറിയില്ല, പാസ് പാസ് പാസ്ത വേണോ? പാസ്ത ഉണ്ടാക്കി കൊടുക്കണം. അതിനുശേഷം പഠിപ്പിക്കാൻ ഇരുത്തണം. പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ തിരിച്ചങ്ങോട്ട് പോവും. അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ഡൺ. പറ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരി കുട്ടിയായിട്ട് വരാം. ഓക്കെ എങ്ങനെ കാശി? അങ്ങനല്ല ഇങ്ങനെ. ഓക്കെ ബൈ. അപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ നമുക്ക് മടക്കാനുണ്ട്. കാരണം ഒരുപാട് തുണി ഒരുമിച്ചൊക്കെ ആയിരിക്കും ഉണക്കുക വെയിൽ വരുമ്പോഴേ. പിന്നെ ഇത്രയും പേരുടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഇല്ലാത്തതും കൂടെ കാരണം നല്ലോണം തുണികൾ ഇങ്ങനെ പെൻഡിങ് വരും. അപ്പോൾ അത് മടക്കേണ്ട ഡ്യൂട്ടിയിലാണ് കീത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കും. മേലയിൽ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകേണ്ടത്, കീത്തുൻ്റെ റൂമിലേക്ക്, തെക്കേ മുറിക്ക്, പിള്ളേരുടേത്, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി പാസ്ത റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പാസ്ത നമുക്ക് എന്താ പറയുക പല ടൈപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. മസാല പാസ്ത ഉണ്ടാക്കാം, വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. ഞാനത് നമ്മൾ വീഡിയോയിൽ കണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ചേച്ചി മസാല പാസ്ത ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള വെജിസൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് വൈറ്റ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ലൂസ് 2 പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് സാധനം. അപ്പോൾ പാറട്ടൻ കാശിക്കുട്ടൻ ഇങ്ങനെ ടി വിയും കണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു 10:30 കിടന്നുറങ്ങിയിട്ട് 1:30 എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ഞാൻ ഇനി ഉറങ്ങില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നല്ല ഉറക്കക്ഷീണമുണ്ട്. പാറട്ടനാണെങ്കിൽ അവിടെ പാവകളെയും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിരുന്ന് കളിക്കുകയാണ് കേട്ടോ. വളരെ റെയറായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കാറുള്ളൂ. കാരണം അവൾ കളിക്കുന്നത് നോക്കിയിരിക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആളുടെ കളിയൊക്കെ. കുഞ്ഞിക്കുട്ടിനെ കുളിപ്പിക്കുന്നു, പാപ്പം കൊടുക്കുന്നു, അമ്മയും കുഞ്ഞിയെ കളിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പത്തിനും ഇത് ചായ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ചായയും കൊള്ളിപ്പേരിയും സെറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ചായ തന്നെ പറയണേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ അടുപ്പത്ത് ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്ത ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കൂലേ, ആ ഒരു സമയമാകുമ്പോൾ മുൻപ് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക. അതായത് നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പിടുക, അതിലേക്ക് ആവശ്യത്തിനുള്ള പാസ്ത ഇടുമ്പോൾ കുറച്ചൊക്കെ ഇട്ടാൽ മതിയാവും, കാരണം ഇത് നല്ല രീതിയിൽ ഇരട്ടിക്കും കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ഇത് വിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും. ഒരു പശപ്പാണല്ലോ ഇതിനുണ്ടാവുക. പിന്നെ നമ്മൾ അത് വെവാവുന്ന വരയ്ക്കും നമുക്ക് അറിയില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഓർമ്മയുള്ളൂ, വെവൊക്കെ കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ഗസ്സിങ്ങിനാണ് അതൊക്കെ എടുക്കണേ. അപ്പം ബട്ടർ വലിയൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ടിട്ടുള്ളത്. മൈദ ഇട്ട് അപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്, എന്തോരം വേണം, എന്തോരം ക്രീമി ടെക്സ്ചറിന് എന്തോരം മൈദ ആവശ്യമാണ്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയാണ് എല്ലാ സാധനവും ശരിയാവുക. ഇപ്പോഴും മാഗി ഉണ്ടാക്കിയാൽ ഞാൻ ഉണ്ടാക്കണ മാഗി ഇഷ്ടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഗീത്തുണ്ടാക്കണ മാഗി ഇഷ്ടം. അതിൻ്റേതായ രീതിയിൽ പാകത്തിന് കിട്ടുമ്പോൾ, ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തോ അട പോലെയാവും. അങ്ങനെയാണ്. ഇങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ഉണ്ടപ്പിടിയൊക്കെ ഇങ്ങനെ ആയി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിലാവുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അധികം ആകുമ്പോൾ വെളുത്തുള്ളിയുടെ ഭയങ്കര ചൊവയുണ്ടായിരിക്കും. ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ നമ്മുടെ ഡയറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നു. അപ്പം വെളുത്തുള്ളി ഇട്ടിട്ട് ഭയങ്കരമായിട്ടൊരു കുത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കഴിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ പാറുട്ടൻ അന്ന് കംപ്ലീറ്റ് ആക്കി കേട്ടോ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അന്നാണ് അവൾ കഴിച്ചിട്ടുള്ളതും പാസ്ത ആദ്യമായിട്ട് കഴിക്കുന്നതും. ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് അത് ചെറിയ രീതിയിലൊന്ന് വാട്ടെത്തൂലേ വെളുത്തുള്ളി, അത് പച്ചച്ചൂരൊക്കെ ഒന്ന് പോകുമ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ഒഴിച്ചു കൊടുക്കുക. എന്താണത്? പാല്. ക്രീമായിട്ട് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് വേറെ ഭയങ്കര വലിയൊരു ഫ്ലേവറുള്ളൊരു ടേസ്റ്റ് ആണോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളപ്പോഴത്തേനും പാസ്ത നന്നായിട്ട് ഊറ്റി വെക്കുന്നുണ്ട്. ഇത് എനിക്ക് വെവ് കറക്റ്റ് കടിച്ച് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ സത്യത്തിൽ വെവ് നല്ല കുറവായിരുന്നു. നല്ല കുറവൊന്നുമല്ല, എന്നാലും കുറച്ചും കൂടെ വെന്തിട്ടുണ്ടെങ്കിൽ നല്ല രസത്തിൽ ജ്യൂസിയായിട്ട് കഴിക്കുകയായിരുന്നു. അപ്പോൾ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് ഈ ഒരു പൊടി കട്ട ശരിക്കും പിടിച്ചതൊന്ന് ഫുള്ള് കട്ട കളഞ്ഞ് വരാനായിട്ട് ഞാൻ ശരിക്കും ഇത്തിരി പാടുപെട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പാസ്ത ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ, ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. സവാളയും ക്യാപ്സിക്കവും ബീൻസും ഒക്കെ ഇട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ വാട്ടിയിട്ട് ഇതിലേക്ക് തട്ടും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള സമയമില്ല. 7 o'clock ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകണം. അപ്പം അതിന് പറഞ്ഞ് തട്ടിക്കുട്ട് പാസ്ത ഉണ്ടാക്കി കൊടുക്കുക വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ ഒരു ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് കുരുമുളക് ഇടണം. ഉപ്പ് ഇത്തിരി ഇപ്പം കീഴ്ത്തിട്ടിട്ട് പോയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കാം. കുരുമുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ കുരുമുളക് ഇട്ടപ്പോൾ ഒരു തൊണ്ട് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. എടാ ഞാൻ ആദ്യം ഞാൻ ഉണ്ടാക്കിയതറില്ലേ ഫസ്റ്റ് സാധനം അന്ന് കുരുമുളക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ എനിക്ക് ചൂട് നമുക്കിപ്പോ പാറുസേ ഇവിടെ പാറുവിന് കൊതിയാകുന്നുണ്ടോ? നമുക്ക് ചീസും കൂടെ ഇട്ടിട്ട് കൈപൊള്ളൂടാ, കൈപൊള്ളും. അങ്ങനെ പറയില്ല പാറു.
സോ യമ്മി. ഇത് കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നുണ്ട് ആക്ച്വലി. ഞാൻ കുറച്ചധികം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാൻ പറ്റൂ. അപ്പം അത് പാത്രത്തേക്ക് സെർവ് ചെയ്യട്ടെ. പാറുങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. പാറുട്ടന് ഞാനിതിലേക്ക് കൂടെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഷ്ടമാകുമോ എന്നറിയില്ല. ഇതിൽ ചീസ് ഞാനൊരു 3 ലെയർ ഇട്ട് കൊടുത്തുകൊണ്ട് അതിലെനിക്ക് എന്താ പറയുക ചീസിൻ്റെ നല്ലൊരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ചീസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കീത്തുനൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ മത്ത് പിടിക്കും. ഇത് ചൂട്ടോടെ കഴിക്കണം കേട്ടോ, അതാ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് വന്നേ. ഞാൻ ട്രൈ ചെയ്താ ഫസ്റ്റ് ഇരിക്കും. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഈ ടൊമാറ്റോ സോസ് വെച്ചാൽ എങ്ങനെ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തിരണം. പക്ഷെങ്കിലും നല്ല ക്രീമി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻസ് അങ്ങനെ ടേസ്റ്റ് ആണില്ല. പിന്നെ കുറച്ചും കൂടി ഒരു പൊട്ടിക്കും കൂടി വെവാനിടാം. ഒരു കടിപ്പരുണ്ട്, കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. അതർവൈസ് ഓക്കെയാണ്. പൊടിക്കും വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നും കൂടി ഞാൻ അന്ന് ഉണ്ടാക്കി, കുറച്ച് മുമ്പേ ഉണ്ടാക്കിയത്. അതിനെ വെച്ച് നോക്കുമ്പോൾ സോ ബെറ്റർ. എനിക്കൊരു മസാല പാസ്തയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതായത് ഭയങ്കര ക്രീമി ആയിട്ടുള്ള പാസ്ത. നമുക്കിനി എന്താ പറയുക, പാറുവിന് ടിഫിനൊക്കെ കൊടുത്തയക്കുമ്പോൾ മസാല പാസ്ത കൊടുത്തയക്കാം. ടൊമാറ്റോ സോസും കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അത് കൊടുത്തയക്കാം. അത് നൈസ്, കുഴപ്പമില്ലല്ലേ? കുരുമുളക് പൊടി കൂടി കുറക്കണം. കുത്തുന്നുണ്ടോ? പിന്നെ ഇത് പാത്രത്തിന് കൊടുക്കട്ടെ കേട്ടോ. ചൂടാച്ചിട്ട് അതൊന്നും ചൂട്ടോടെ കഴിക്കണാണ് ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞാൽ ഒട്ട ഫ്ലപ്പായിരിക്കും. നമ്മുടെ പാറുട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കാശിക്കുട്ടൻ അപ്പോഴത്തേനും അവൾ എടുത്തിരുന്നിട്ട് കിടന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സർപ്രൈസും കേട്ടാൾ അഭിനയിക്കും ഗൈസ്. അത് ഞങ്ങൾ എല്ലാ വീഡിയോയിലും അങ്ങനെ ചെയ്താണെന്ന് അറിയില്ല. ഇപ്പം ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ചിലപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പറയാൻ കൊള്ളത്തില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തരും. ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അയ്യേ പണ്ടൊക്കെ എന്നൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കാണിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ചെയ്യല്ലേ പാറുവിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ റെസ്പോണ്ട് ചെയ്യരുത്. കുറച്ച് കഴിച്ചിട്ട് വേണമെങ്കിൽ ബാക്കി വെച്ചമ്മോ എന്ന് പറയും. അപ്പം നിഖിൽ വന്നപ്പോൾ നിഖിലിനോട് ആക്ഷൻ കാണിക്കുകയാണ്. പാറു മിണ്ടല്ലേ കാശിതെ ഉറങ്ങുന്നുണ്ട് ചേച്ചാ, വലിയ പിള്ളേരെ പോലെ. എനിക്ക് പക്ഷേ ഇത് കാണുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയത് കേട്ടോ. ഉറങ്ങിക്കെടുക്കണ കൊച്ചിനെ എണീപ്പിക്കില്ല. എണീപ്പിച്ചിട്ട് വീണ്ടും ഉറക്കാനാ? അതെന്താ അറിയോ, അപ്പം പഠിക്കണ്ടല്ലോ. കൊള്ളാല്ല, കാശിക്കുട്ടൻ ഉറങ്ങിക്കോട്ടെ. കൊണ്ടുപോകും, പഠിച്ചിട്ട് പോവാം. പാസ്ത ഇഷ്ടായില്ലേ? ഡൺ. എരുണ്ടായില്ലേ? പഠിക്കാൻ ഇത്തിരി അല്ല ഒത്തിരി മടിയായിട്ടിരിക്കുകയാണ്. അപ്പം പാസ്ത കുഴപ്പമില്ല, എനിക്കത് വലിയൊരു പ്രിയമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ഭയങ്കര ക്രീമിയാണ്. ഇതിനേക്കാൾ എനിക്കിഷ്ടം മാഗിയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഏതൊരു സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് പാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് ഏതാന്ന് ഓർമ്മില്ല. അപ്പം ഇന്നിവിടെ ക്ലീൻ ആക്കട്ടെ. പാറുട്ടനെ പഠിപ്പിക്കാനുണ്ട് ഗൈസ്. എന്തോരം പഠിക്കാൻ. എനിക്കതാണ് പിള്ളേർ 1ാം ക്ലാസ്സിലായി, എനിക്കൊന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ അവരധികം എനിക്ക് തോന്നുന്നു ഒരുപാട് ഹോംവർക്ക് ഇല്ല.
അല്ലെങ്കിൽ ഒരുപാട് നോട്ട്സ് എഴുതാനില്ല. പക്ഷെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലെന്നും പഠിച്ചത് വരും. ആ എന്നും പഠിച്ചത് നമ്മൾ എന്തായാലും റിവൈൻഡ് ചെയ്തേ പറ്റും. അതായത് നമ്മൾ പാരൻസ് അങ്ങനെ ശ്രദ്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോയാലേ പെൻഡിങ് വെച്ചാൽ തീർന്ന്. പക്ഷെ കുട്ടികൾ കുഞ്ഞു മക്കളല്ലേ, എല്ലാം കൂടെ ലോഡാക്കാൻ പറ്റില്ല. അന്നാന്ന് പഠിക്കുന്നത് അന്നാന്ന് തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും സ്ട്രെയിൻ കുറവായിരിക്കും എക്സാമിൻ്റെ സമയത്ത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട്. എഴുതാനൊന്നും ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല, ഒക്കെ എഴുതി വന്നിട്ടുണ്ട്. അപ്പം എക്സാം ഉണ്ടായിരിക്കും. ഇപ്പം അവിടെ P1 P2 P3 അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല. LKG UKG അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, സെം എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവിടെ P1 P2 P3 P4 ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടില്ലുള്ളൂ. അങ്ങനെയാണ്. പിന്നെ നമുക്ക് August 7th 8th അങ്ങാണ്ടാണ് പാറുടെ. എന്താ പാറു? ആര് പോയി? പാട്ട് പോയിടി. സ്കിപ്പ് ആഡ് കൊടുക്ക്. കാശിക്കുട്ടാ ചേച്ചിയമ്മ പഠിക്കട്ടെ ട്ടാ. പാറുവാ പഠിക്കാൻ പോവാ. പഠിപ്പിച്ച് നോക്ക്. ചേട്ടൻ എന്നാലും എന്നെ വിളിച്ചില്ല പണി കഴിഞ്ഞപ്പോ. പണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ചേട്ടനെ വിളിച്ചില്ല. ആ അപ്പനെ വിളിച്ചില്ലല്ലോ. ഞാൻ എത്തിന്ന് പറഞ്ഞ് വിളിച്ചില്ലല്ലോ. എന്തേന്നെ മറന്നു. അങ്ങനെ തന്നെ പണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ മനുഷ്യനുണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോഴും ഹോട്ടലിൽ കയറുമ്പോഴും ഒന്ന് ചായ കുടിച്ചാൽ പോലെ എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പതേ കണ്ടില്ലേ, ഒരു കുട്ടിയായി, ഒരു കുട്ടി അപ്പുറത്ത്. നമ്മളൊന്നും വേണ്ട അല്ലേ ഏട്ടാ? അല്ലേ അല്ലേ എന്നാ വേണ്ടല്ലേ? നീ ഓർക്കിയത് എന്നാലും എന്തായാലും വിളിക്കാൻ ഞാൻ വന്നപ്പോ നീ പഠിപ്പിക്കാന്ന് ആയിക്കോട്ടെ. നോ മോർ എക്സ്ക്യൂസ് ഇട്ടേട്ടാ. എന്നെ വെറുതെ എന്നെ വിളിച്ചില്ലല്ലേ പണി കഴിഞ്ഞിട്ട്. മോനെ അച്ഛൻ വന്നടാ. വെയിറ്റ് കുറവുള്ള ഡയമണ്ട് സെക്ഷൻ ഉണ്ടല്ലോ, അതില് കുറച്ച് നല്ല ഭംഗിയുള്ള സാധനം കിട്ടുന്നു. കാരണം നേരത്തെ എന്നെ കൊണ്ടുവന്നിരിക്കും. അമ്മ പാക്ക് ചെയ്ത് വിടും. ഇതൊക്കെ ചോറ് എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. കാരണം രാവിലെ ടിഫിൻ മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ച് ബോക്സ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ലഞ്ച് ബോക്സിൽ മാറ്റി വെക്കും. പിന്നെ രാവിലെ കഴിക്കാനുള്ളത് നമ്മൾ അവിടെ പോയിട്ട് കഴിക്കും. ടിഫിൻ മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എണീറ്റാൽ മതി. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ പാത്രങ്ങൾ കുറച്ചുണ്ട്. വീട് സെറ്റപ്പായിട്ടിരിക്കണം. കാരണം എപ്പോഴും ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിത് വരില്ല. അപ്പോൾ വേഗം തന്നെ പാത്രമൊക്കെ കയറി അവളെ പഠിപ്പിക്കാൻ ഇത് പഠിപ്പിക്കാൻ എടുത്ത് പറഞ്ഞു. ഓക്കെ ആണോ? ഇന്നത്തെ ദിവസം നിങ്ങൾ ഓക്കെ. എന്തായാലും ഗൈസ് ഇന്നൊന്ന് സ്ട്രെസ് റിലീഫ് ചെയ്യാന്ന് വിചാരിച്ചു. പഠിക്കേണ്ട കുറച്ച് സാധനങ്ങൾ കീത്തുൻ്റെ തലയിൽ കെട്ടിവെക്കുക വെച്ചു. പക്ഷേ എനിക്ക് ഷുവറാണ് അതവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കളുടെ പഠിപ്പിക്കാൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ഒരു സൂത്രം എല്ലാ അമ്മമാരും പഠിപ്പിച്ചേക്കണം. ഒരു 100 അമ്മമാരുണ്ടെങ്കിൽ 100 കുട്ടികളും വ്യത്യസ്തരായിരിക്കും. 100 അമ്മമാരും പഠിപ്പിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തരായിരിക്കും. 100 ടെക്നിക്സ് ഉപയോഗിച്ചിട്ടായിരിക്കും മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതൊരുപാട് സൂത്രപ്പണികളുണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്നതായിരിക്കണം എന്നില്ല, നാളെ കീത്ത വരെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, എനിക്കറിയാം അവൾ എവിടെയാണ് വീക്ക്, അവൾ എവിടെയാണ് ഓക്കെ, അതെനിക്കറിയാം. ആ ഒരു നാക്കിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കിട്ടും. പക്ഷെ ചില മക്കളുണ്ട് കേട്ടോ, അവർക്ക് ആര് പഠിപ്പിച്ചാലും ഓക്കെ ഇരിക്കും. ആര് പഠിപ്പിച്ചാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ഇരുന്ന് പഠിച്ചോളും. അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എന്തായാലും പഠിപ്പിക്കട്ടെ. എനിക്ക് ഇന്ന് എന്തായാലും ഭയങ്കര മടിയാവും കേസ് പഠിപ്പിക്കാനായിട്ട്. ഒന്നാമത്തെ കേസ് എനിക്ക് വീഡിയോസ് എടുക്കാനേ ഇപ്പം മടിയാണ്. അപ്പം ആ ഒരു ട്രാക്കിലേക്ക് ഞാനിങ്ങനെ വരണം. പണ്ട് ഈശ്വര ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നതാ. നമുക്ക് കർക്കിടകം വരുന്നുണ്ട്. കർക്കിടകം നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. അത് ചെയ്യാൻ പറ്റട്ടെ. അപ്പം ഞാൻ പഠിപ്പിക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ.
അപ്പോൾ അതായത് നമ്മൾ പാറുട്ടനെ പഠിപ്പിക്കാൻ ഇരുത്താൻ പോവാണ്. അപ്പോൾ അതിൽ ഡിക്റ്റേഷൻ്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്ചർ കൊടുത്തിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ തറ, പന, പത അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ടെക്സ്റ്റിൽ കാണുന്ന പോലെ എന്തൊക്കെയോ വരച്ച് തലയ്ക്ക് പകരമാണ് ഇത് വരച്ച് വെച്ചിട്ടുള്ളത്. പാറു കുറേ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു കൺഫ്യൂഷൻ അടിച്ചിട്ട്, ഇതെന്താ സാധനം. അപ്പോൾ ഞാൻ പറയും പാറു ഫില്ല് ചെയ്ത്. അപ്പോൾ പാറു ഒരു അമ്മ ഞാനൊന്ന് നോക്കട്ടെ ഇത് എന്തുട്ടാവും നോക്കട്ടെ എന്ന് പറയും. എന്തിട്ട് പറ ഇതാ ഓതേ വരുന്ന കണ്ണ പറവാ. ഞാനിപ്പോൾ മാക്സിമം ഡെയിലി എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്യാൻ നോക്കാറുണ്ട് എനിക്ക് പറ്റണ പോലെ. പിന്നെ പാറുവിന് ഭയങ്കര ഒരു ലോഡിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. പിറ്റേ ദിവസം ഞാനത് ബാലൻസ് ചെയ്യും. അങ്ങനെ ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ്, പാറുവിനൊരു സ്ട്രെസ്സ് ഞാൻ കൊടുക്കുന്നുണ്ടോ, ആ ഒരു ലെവലിലേക്ക് ഞാൻ പോകുന്നുണ്ടോ എന്നൊക്കെ. ചില ടൈമിൽ ഞാൻ അങ്ങനെ അപ്പം തന്നെ നിർത്തും കേട്ടോ. ബിഫോർ ഇതൊക്കെ നീ റഫ് കൊടുത്തിരിക്കുന്നതാ അല്ലെങ്കിൽ അത് ടീച്ചർ എടുത്ത നോട്ട്സ് ഞാൻ തീയടക്കേന്ന് മേടിച്ചതാ. ടീച്ചർ ഒന്നും പറയണ്ട, അതിയോട് നിന്നാ മതി. എന്റെ മോളെ എഴുതിക്കോളും. അറിയില്ലെന്നാ ഇയാളെ എന്തുട്ടൊക്കെ എനിക്ക് ആ ഒരു എന്താ പറയാ ട്രാക്കിലേക്ക് ഞാൻ വീണിട്ടില്ല, അറിയില്ല. നീ ആ ട്രാക്കിക്ക് വീണിട്ടുണ്ടെങ്കിൽ ഇത് ആ കുഴി നിനക്ക് പൊന്താനായിട്ട് പറ്റില്ല. നീ ആ കുഴി തന്നെ കിടക്കും. 13 after 13 ഇരിക്കില്ല. എനിക്കിത് വല്ല അറിയും ചെയ്തോണ്ട് നമ്മൾ 4 ഇപ്പുറത്തെ സംഭവങ്ങൾ എന്താ 14 എഴുതുമ്പോൾ 1 4 എന്നല്ലേ ഇതാ. ഈ കുട്ടി ഇപ്പുറത്തെ 4 പിന്നെ 1 എന്തിനിങ്ങനൊക്കെ കുറെ ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്നത്. ഭയങ്കര ഡിസിപ്ലിൻസ് ആയിട്ട് ഇത് എന്റെ മോന്റെ പുതിയ ഷെൽഫ് കഴിഞ്ഞ ഇല്ല. എഴുതിയിട്ടുണ്ട്. 20 വരെയായിട്ട് 14 കഴിഞ്ഞിട്ട് പിന്നെ 15 16 ആ 15ന്റെ നേരെ 14 കഴിഞ്ഞ് 15ന്റെ നേരെ 17 എഴുതിച്ചിരിക്കുന്നത്. പിന്നെ 16 ഇല്ല 17 ഇല്ല. എന്റെ മോൻ ശ്രദ്ധിക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും എഴുതിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വർത്താനം പറയാനിരിക്കും. എന്റെ മോന്റെ എല്ലാ ടീച്ചേഴ്സും പറയുന്നുണ്ട് കേട്ടാ, നീ ഭയങ്കര സംസാരാന്ന്. കേട്ടോ നീ? ടീച്ചേഴ്സിനും പറയാനുള്ള ഒരേ ഒരു കാര്യം, ആള് ഭയങ്കര ടോക്കറ്റീവ് ആണ്. ചെല്ല് അവിടെ യുദ്ധം. പിന്നെ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞ പോലെ പാറുവിന് നല്ല രീതിയിൽ അത് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഹൈഡ് ചെയ്ത് വെക്കും. അങ്ങനെ 10-15 പ്രാവശ്യം അവളെ കൊണ്ട് ഇങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിച്ച് ഇങ്ങനെ എഴുതിക്കും. പിന്നെ പാറു കഴിഞ്ഞ ദിവസം കമൻറ്റിലുണ്ടായിരുന്നു, ചേച്ചി അവരെ കൊണ്ട് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് പഠിപ്പിക്കുകയെ അപ്പോൾ അവർക്ക് താനെ സ്പെല്ലിങ് എഴുതിക്കോളുന്നു. ഇവരുടെ സ്കൂളിൽ LKG UKG ബേസ് കൊടുക്കുന്നത് അത് തന്നെയാണ്. പാറുട്ടം ഫുൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ എനിക്കൊരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ എഴുതി പഠിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, പിക്ചർ ഒരു വീടിൻ്റെ ചിത്രം വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഓടും വീടും ഒരു മരമൊക്കെ വരച്ചു കൊടുത്തിട്ട് പാറു അത് പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതെന്തായിരിക്കും ഇത് കണ്ടറിയാം ഇനി എന്തായാലും. അപ്പം ഇതാണ് വീട്. നമ്മുടെ സ്വന്തം വീട് വരയ്ക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഒട്ടിക്കാനോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാണുന്നത് പോലെ ഒരു വീട്, പണ്ട് നമ്മൾ വരച്ച് പഠിക്കുന്നത് ഇതല്ലേ, ഇത് നമ്മുടെ തൊട്ട് വടങ്ങുന്ന നമ്മുടെ കുഞ്ഞി വീട് പോലെ ഉണ്ടല്ലോ ഏകദേശം. അപ്പോൾ നമുക്ക് 5 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 5 സബ്ജക്റ്റ് നാളെ പറഞ്ഞൊരു എക്സാം ഉണ്ട്. അപ്പോൾ അത് നോക്കണം. അതിനിടയിൽ മാങ്ങ, തേങ്ങ, ചക്ക അങ്ങനെയൊക്കെ ഇട്ട് ഒരു ഐറ്റംസ് വരും. പിന്നെ നമ്മുടെ പാറുവിൻ്റെ വീട് വരയ്ക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ വീട് വരച്ച് കൊടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രോ ആൻഡ് കളർ യുവർ ഹൗസ്. യു ക്യാൻ ഓൾസോ പേസ്റ്റ് യുവർ വീടിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് ഒട്ടിക്കാം. അത് ഞാൻ കണ്ടത്. ഞാൻ പണ്ട് പഠിച്ചിരുന്ന വീടും അടുത്ത് തെങ്ങും അടിയിൽ കുറെ പുല്ലും ഒക്കെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. 6 കളർ അടിച്ചു. എന്നാ നോക്ക്.
എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മുടെ അപ്പുറത്തെ വടക്കപ്പുറത്തെ വീട് പറു അമ്മേനൊന്ന് പൊക്കടാ. അയ്യോ എന്റെ പൊന്നെ, അയ്യോ. ഇതാണ് ഇവിടെ കൃഷ്ണൻ ചാടിയില്. അയ്യാ, ഞങ്ങൾക്ക് ഭയങ്കര ഫാഷൻ സെൻസാ. നോക്കട്ടെ പാറുനെ മാമ. പാറു ഹായ് പറഞ്ഞേ. പാറു മറ്റേ പാട്ട് പാടി കൊടുക്കടി. ഏന്നറിയാ എന്തെങ്കിലും വിഷ മാമയ്ക്കൊക്കെ പാടിക്കൊടുത്ത പാട്ടില്ലേ? അഴകിയ ലൈല കുടുകുടുടു, അത് ഇവളത് സൈല കുടുകുടുടു, മന്മത ലൈല കുടുകുടുടു. പടരെ 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 പാട് പാട് പാട്. പാട്. അന്തപുരത്തിൻ മകറാണി. തിരിഞ്ഞിരിക്കുന്നു. പാട്. പാറു പാട്. ഇയാൾക്ക് ഇത്ര നാണം പാടി. ஆனது அங்கு வெண்முறை என்றும் கோனது எங்கு நன்னது வேறும் தனியங்கு கண்ணது தொட்டா சந்தன பொட்டும் வைக்கது தொட்டா குங்கும பொட்டும் முல்லை பொட்டா வைக பொட்டும் ஆத்தா கனவும் பூச்சம் போ நாளடி யோசனை ஒத்தறியது மம்மம்மா അഞ്ചു അപ്പുറത്ത് ഇക്കോവാൻ സംഗതിമുണ്ട് പെണ്ണായി മാറിയതോ അന്തപുരത്തിൻ മകറാണി. ഓ ഓ അന്തപുരത്തിൻ മകറാണി അഴകിയിലേല എന്ത് സ്റ്റൈലാ. ഡാൻസ് കളിക്കേ. ആ അല്ല ഡാൻസ് കളിക്കേ. അതിന് ഡാൻസ് കളിക്കോ ചേച്ചിട്ട്? ആക്ച്വലി പാട്ടൊക്കെ പാറുവിന് അറിയാതെ 2 സിമ്പാണ് ഞങ്ങൾ അറിയാം. എന്തോ എവിടെയൊക്കെയോ തകരാറുള്ള പോലെ. ശരി. ഞങ്ങളിപ്പോൾ വേഗം അമ്മായിരോട് എത്തി നമ്മളത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാറുട്ടന്. ഞാനിവിടെ വൈകുന്നേരം വന്ന് വേഗം ഭക്ഷണം കൊടുത്ത് ഞാനും ഭക്ഷണം കഴിച്ച് പോരും. 8:30 എന്നുള്ളത് രാത്രി ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പാറുട്ടൻ എണീക്കില്ല. ഇപ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നാലെ നടക്കണം കഴിപ്പിക്കാനായിട്ട്. അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ഉഴുന്നാട്ടി വയ്ക്കാനുണ്ടായിരുന്നു. മാവാട്ടി സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. അപ്പം പിറ്റേ ദിവസം എല്ലാവർക്കും കഴിക്കാനുള്ള ഇഡ്ഡലിക്കുള്ള മാവ് അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കാശിക്കുട്ട അല്ലൂസ് വന്നിട്ട് അവനെ ഞാൻ കുറേ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ കാശിക്കുട്ടന് ഫുഡ് കൊടുത്തു. അവനാണെങ്കിൽ വേഗം ഇപ്പോൾ എണീക്കുന്നുണ്ട്. ഒരു 8 o'clock ആകുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശിക്കുട്ടൻ ഒരു 6:45 ഒക്കെ ആകുമ്പോൾ എണീക്കും. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വേഗം കിടന്നുറങ്ങിയിട്ട് രാത്രി ഇപ്പോൾ വേഗം കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് എത്താണ് ഗൈസ്. വീട്ടിലേക്ക് എത്തുന്നു, പാറുവിനെ ഉറക്കുന്നു, കാശീനെ ഉറക്കുന്നു, ഞങ്ങൾ ഉറങ്ങുന്നു. അങ്ങനെയാണ് ഒരു 10 o'clock ആകുമ്പോഴത്തേനും നമ്മൾ ഫുള്ളായിട്ട് ഉറങ്ങും. ഇങ്ങനെയാണ് ഇപ്പോൾ റൂട്ടീൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ.